നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചാൽ ഇന്ന് രാത്രി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അത്രയും വേഗതയിൽ കാര്യങ്ങൾ നീക്കാൻ കോൺഗ്രസ് സജ്ജമാണെന്ന് ഉറപ്പു നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അട്ടിപ്പേറ് കിടന്നും എന്തൊക്കെ ബഹളമുണ്ടാക്കിയതാണ് പാലക്കാടും തൃക്കാക്കരയും പുതുപ്പള്ളിയിലുമൊക്കെ. എന്നിട്ടും ഇരട്ടിയിലധികം വോട്ടിലാണ് CPM-നെ കോൺഗ്രസ് തൂത്തെറിഞ്ഞത്. ഷാഫിയേക്കാൾ 5 ഇരട്ടി വോട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയതെന്നും സതീശൻ തുറന്നടിക്കുകയാണ്. നിലമ്പൂറും സ്ഥിതി വ്യത്യസ്തമാകില്ല എന്നാണ് സതീശന്റെ ഉറപ്പ്. കോൺഗ്രസ് ഞെട്ടിച്ചിരിക്കും. ഇതുവരെയുള്ള ചരിത്രവും അങ്ങനെ തന്നെയല്ലേ എന്നും സതീശൻ ചോദിക്കുന്നുണ്ട്. സതീശന്റെ പ്രതികരണ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. നിലമ്പൂരിലേക്ക് പരിഗണിക്കപ്പെടുന്ന 2 സ്ഥാനാർത്ഥികളാണ് അങ്ങയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത്. ഇതിലാരെങ്കിലും ഒരാളായിരിക്കും സ്ഥാനാർത്ഥി? ഞങ്ങള് അതിനൊരു പ്രൊസീജിയർ ഉണ്ട് കേരളത്തിലെ കോൺഗ്രസിന്. അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പേരുകൾ ശുപാർശ ചെയ്ത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ആ പേര് പ്രഖ്യാപിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ രീതി ഞങ്ങൾ കുറേ നാളുകളായി അവലംബിക്കുന്നുണ്ട്. ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചാൽ ഇന്ന് രാത്രി, നാളെ പ്രഖ്യാപിച്ചാൽ നാളെ രാത്രി നമുക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള പ്രാഥമികമായ ചർച്ചകൾ നേതൃത്വം നടത്തിയിട്ടുണ്ട്. അത് കൂടുതൽ കൂടിയാലോചനകൾ നടത്തി ഉചിതമായ, ഇപ്പം നിങ്ങൾ പാലക്കാട് എന്തൊരു ബഹളം നിങ്ങളെല്ലാം കൂടി 10 ദിവസം നമുക്ക് ഇരിക്കപ്പുറത്ത് തന്നിട്ടില്ല. നിങ്ങൾ എന്തൊരു വാർത്തയാണ് ഇപ്പം, എന്തൊരു വാർത്തയാണ് കുറേ ദിവസമായിട്ട് എന്തെല്ലാം വാർത്തയാണ് കൊടുക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ, എന്തെല്ലാം. ഒരു ദിവസം രാവിലെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് കൊടുക്കും, എന്നിട്ട് പറയും ഉച്ചയ്ക്ക് പറയും അയാളുടെ ഭാരം കുറഞ്ഞു, തൂക്കം വേറെ ആൾക്ക് കൂടിയെന്ന് പറയും. നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പാവങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കണം. ഇതൊക്കെ തീരുമാനിക്കണം ഞങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കണം. ഞങ്ങൾക്കൊരു അനുമതി ഇതാ ഇത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ വേറൊരു വാർത്ത ഞാൻ കണ്ടു, ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു. അപ്പം അൻവർ ഞങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാൻ. നിങ്ങൾ വാർത്ത കൊടുത്താണ്. അപ്പം ഞാൻ വിമർശിക്കില്ലട്ടാ. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പരിഭവം പറയും, ഇങ്ങനെ തമാശ വിമർശിക്കൊന്നുമില്ല. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാ കാര്യവും ഉണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം പോവാതെ നോക്കണം ഇത് ചെയ്യുന്നവർ. നിങ്ങളുടെ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വാർത്ത ഇതുപോലത്തെ കൊടുത്തുകൊണ്ടിരുന്ന ആളില്ല. അത് ആ ചാനലല്ലേ ഇങ്ങനെ സ്ഥിരം പറയണെന്ന്. അതാണ് എനിക്ക് വിഷമം. അത് ഓർത്തോളാം. അവരുടെ രാഷ്ട്രീയ വോട്ടുകൾക്കൊപ്പം UDF കിട്ടുന്ന അസംതൃപ്തരായ വോട്ടുകൾ കൂടി കിട്ടിയാൽ വിജയിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അങ്ങനെ ഒരു അസംതൃപ്തി UDF ഇല്ല. അവരുടെ രാഷ്ട്രീയ വോട്ട് അവർക്ക് കിട്ടൂലല്ലോ. കിട്ടിയ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയതാ പാലക്കാട്. എന്നിട്ട് എന്തായി എന്നിട്ട് പാലക്കാട് ദയനീയമായ 3ാം സ്ഥാനത്തേക്ക് പോയില്ലേ. തൃക്കാക്കരയിൽ എന്താ സംഭവിച്ചത്? മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്ന് 1 മാസം ക്യാമ്പ് ചെയ്തു ഇല്ലേ. തൃക്കാക്കരയിൽ 1 മാസം ക്യാമ്പ് ചെയ്തു. എല്ലാ ഭരണത്തിന്റെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചു. PT തോമസ് ജയിച്ചതിന്റെ ഇരട്ടി വോട്ടില ഉമാ തോമസ് ജയിച്ചത്. എന്തായിരുന്നു അവിടെ ബഹളം പുതുപ്പള്ളിയിൽ? ഉമ്മൻചാണ്ടിയെ പോലുള്ള പരിണതപ്രജ്ഞനായ ഒരു നേതാവ് ജയിച്ചതിന്റെ 4 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് പുതുപ്പള്ളി ജയിച്ചത്. പാലക്കാട് ഷാഫി പറമ്പിലിനെ പോലത്തെ ഒരു പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയൻ ജയിച്ചതിന്റെ 5 ഇരട്ടി വോട്ടിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഇന്ത്യയിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ, സാധാരണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് പ്രതിപക്ഷത്തിന്റെ സ്ഥിതി ദയനീയമാണ്. എല്ലായിടത്തും പ്രതിപക്ഷത്തിൽ ജയിക്കാൻ പറ്റാറില്ല. കേരളത്തിൽ അങ്ങനെയല്ല. അത് ഞങ്ങളുടെ മിടുക്കാന്ന് ഞങ്ങൾ പറയുന്നില്ല. ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വെറുപ്പാണ് അതിലെല്ലാം പ്രതിഫലിക്കുന്നത്. ഭയങ്കര ദേഷ്യമാണ്. പാലക്കാട് വടകരയൊക്കെ ഉണ്ടായ ചില അനഭിലഷണീയമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു, പാലക്കാടും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം സംഭവങ്ങളൊക്കെ ഇവിടെയും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു കാര്യം ഉണ്ടാവില്ല. ഇവിടെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും, ഞങ്ങൾ ജയിക്കും. അത്രയും രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു നിയോജകമണ്ഡലവും അവിടുത്തെ UDF പ്രവർത്തകരുമാണ്. ഞങ്ങൾക്ക് നല്ല വോട്ടുണ്ട്. അതേ അവസരത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത, ആര്യാട് സാറ് മത്സരിക്കുമ്പോൾ പോലും കിട്ടാത്ത വോട്ടുകൾ കൂടി ഈ പ്രാവശ്യം കിട്ടി. കാരണം അത് ഗവൺമെന്റിനോടുള്ള നെഗറ്റീവ് വോട്ടുകൾ കൂടി ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടും. സർക്കാരിനോട് ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കിട്ടിയ അവസരമാണ്. അതൊരു CPM വോട്ടും കിട്ടും ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ല പാലക്കാട് ഞങ്ങൾക്ക് CPM വോട്ട് കിട്ടുമെന്ന് പറയില്ല. ഇല്ലേ, എല്ലായിടത്തും കിട്ടിയില്ലേ ഞങ്ങൾക്ക് CPM വോട്ട്? ഞങ്ങൾക്ക് എല്ലായിടത്തും കിട്ടിയില്ലേ CPM വോട്ട്? കിട്ടിയില്ലേ? പരമ്പരാഗതം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഇവർക്ക് വോട്ട് ചെയ്യില്ല. കാരണം ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുഴിച്ചു മൂടാൻ വേണ്ടി വന്നേക്കണവരാന്ന് ശരിയായിട്ടുള്ള പാർട്ടിക്കാർക്ക് അറിയാം. പിന്നെ ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് അവർ ലെഫ്റ്റാണ്, അവർ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഒന്നുമില്ല, അവർ ലെഫ്റ്റിനെ വോട്ട് ചെയ്യുള്ളൂ. ഈ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികർ എല്ലാ നിയോജകമണ്ഡലത്തിലുണ്ട്. കേരളം
കേരളത്തിന്റെ സെന്റർ തന്നെ ലെഫ്റ്റാണല്ലോ. അവരാരും ഇവർക്ക് വോട്ട് ചെയ്യത്തില്ല. അവരൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. കാരണം ഞങ്ങളാണിപ്പോൾ അത്തരം പുരോഗമനപരമായ ചിന്താഗതികളും നിലപാടുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം. ഇപ്പോൾ UDF ആണ്, കേരളത്തിലെ കോൺഗ്രസ് ആണ്. ഞങ്ങളാണ് പുരോഗമനപരമായ നിലപാട്. ഇവര് തീവ്ര വലതുപക്ഷമാണ്. ചേട്ടൻബാവയുടെ പുറകെയാണ് അനിയൻബാവ പോകുന്നത്. ഡൽഹി പോണ പോലെയാണ് ഇവർ പോകുന്നത്. എല്ലാ കാര്യത്തിലും തീവ്ര വലതുപക്ഷ നിലപാടാണ് കേരളത്തിന്റെ CPM-ന്. അവസാനം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഒറ്റക്കെട്ടായി പറയാണ് ഫാസിസ്റ്റ് ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ത്യയിലെ CPM മാത്രമാണ് പറയുന്നത് BJP ഫാസിസ്റ്റ് പാർട്ടി അല്ല, നവ ഫാസിസ്റ്റ് പോലും അല്ല BJP എന്ന് പറയുന്നത്. ഈ പിണറായി വിജയൻ അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണ് ഇന്ത്യയിൽ BJPയുടെ ഫാസിസ്റ്റ് ഭരണം അല്ല എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏക പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. ഈ കേരളത്തിലെ നേതാക്കന്മാരുടെ BJP പ്രീണനം കൊണ്ടും BJP പേടി കൊണ്ടുമാണ് അവർ ഈ പാവം കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചിരിക്കുന്നത്. അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അവർ BJPയുടെ സഹയാത്രികരാണ്, അവരുടെ കൂടെയാണ്, പേടിയാണ്. കാരണം കേസുകളല്ല.